ഹലോ, ഞാൻ രാമൻകുട്ടി. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു കഥയിലേക്ക് പോയാലോ? അതായത് ഉല്ലാസയാത്രക്കിടയിലുള്ളൊരു അനുഭവമാണിത്. ഈ കഥയിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയായിരുന്നു. ടെമ്പോ ട്രാവലിലായിരുന്നു ഞങ്ങളുടെ പ്രാതലിന് ശേഷമുള്ള യാത്ര. ഊട്ടി മെയിൻ റോഡിൽ മേട്ടുപ്പാലയം സന്ദർശിക്കാനാണ് ഞങ്ങൾ പോയത്. ഉച്ചാഹാരം വണ്ടിയിൽ കരുതിയതിനാൽ വണ്ടി ഒരിടത്ത് നിർത്തി ഉച്ചാഹാരം കഴിച്ചു. കുറച്ചു നേരം വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അങ്ങനെ അവിടുത്തെ ഒരു കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. താമസിക്കുന്നതിന് മുന്നോടിയായി അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു. ഒരു കാരണവശാൽ നിങ്ങൾ മുകളിൽ കയറി മുകളിലത്തെ മുറി ഉപയോഗിക്കരുത്, അവിടെ ആത്മാക്കളുടെ സഞ്ചാരമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ഇത് കേട്ടതും തമാശയായിട്ട് തോന്നി. അവളും ഞാനും എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരും മുകളിലത്തെ മുറിയിൽ ചെന്നതും പെട്ടെന്ന് അത് ശക്തമായ ഒരു ഇടിമിന്നൽ അത് കേട്ടതും എൻ്റെ ഭാര്യ ഭയന്ന് വിറച്ചു. കുറുക്കന്മാരുടെ ഒരിടൽ കേട്ടു. പിന്നീട് പോലീസിൻ്റെ ശബ്ദം. അവൾ അലറി വിളിച്ചു. പക്ഷേ ആരും വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഭാര്യയെ കാണുവാനില്ല. അപ്പോഴാണ് മുകളിലത്തെ നിരയിലെ അവൾ പോയതിൻ്റെ അടയാളം ഞാൻ കണ്ടത്. മുകളിൽ ചെന്നതും എൻ്റെ ഭാര്യ ബോധിരഹിതയായി വീണ് കിടക്കുന്നത് കണ്ടു. അവളുടെ കയ്യിൽ ഞാൻ ചരട് ജപിച്ചു കൊടുത്തതും പഴയതുപോലെ ആകാൻ കുറച്ചു നേരമെടുത്തു. അവൾ ഒരു അതുവഴി പോകുന്നത് കണ്ടു.